യൂട്യൂബിൽ ഞാൻ ഈ ഇടയ്ക്കൊരു ഹാക്ക് കണ്ടാണ്. മാവല ഇല്ലേ, മാവല അരക്കണം മിക്സിയിലിട്ട്, അന്നേരം നല്ല പച്ച നിറമുള്ള പൊടിയായിട്ട് വരും. ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഓണത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടു. അതിന്റെ കോളേജ് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഓണം സെലിബ്രേഷൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇത് ഓണത്തിന്റെ തലേ ദിവസമാണ്. തലേന്നല്ലേ കൂട്ടാപ്പി പറയാ? അതെ, ഉത്രാട ദിവസമാണ്. ഉത്രാട ദിവസമായിട്ട് എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നാളെയല്ലേ തിരുവോണം. അപ്പൊ എനിക്ക് ഓണമായിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പൂക്കളം ഇട്ടഴിഞ്ഞിട്ട് എന്തോ പോലെ. കാരണം ബാക്കി എല്ലായിടത്തും ഞാൻ പോയി പൂക്കളമൊക്കെ ഇട്ട്, കോളേജില്, പിന്നെ ഷൂട്ടിന് പോയപ്പം അവിടെ, അങ്ങനെ എല്ലായിടത്തും. പക്ഷെ വീട്ടിലിട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. വീട്ടിൽ പൂക്കളം ഇട്ടിട്ടില്ലല്ലോ, അതോർത്തിട്ട് അങ്ങനെ ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്ന പോക്കറ്റ് മണിയൊക്കെ തൂത്തുപെറുക്കി പൂ വാങ്ങാൻ ഇറങ്ങി. അങ്ങനെ കുട്ടാപ്പ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ കട ഉണ്ടായിരുന്നു അല്ലേ, ഷിനോ ചേട്ടന്റെ കടയിൽ നിന്നും. കടയുടെ പേരറിയാവോ? ഫിയസ്റ്റ. ആ കടയിൽ നിന്ന് ഞങ്ങള് പൂ വാങ്ങി പാലായില്. അപ്പൊ ആ ഷിനോ ചേട്ടൻ എന്നിട്ട് ഞങ്ങക്ക് ഡിസ്കൗണ്ട് തന്നു കേട്ടോ, ഓണം ഓഫർ. അവിടെ ഒരു കിറ്റായിട്ട് താമരപ്പൂ ഫ്രീ തന്നിനി. ഇതൊരു കിറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇച്ചിരി പൂ മേടിക്കാന്നാ വിചാരിച്ചേ. ഈ ഓണത്തിന് പൂക്കളം ഇടുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇച്ചിരി മേടിക്കാന്ന് ഓർത്തു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു കിറ്റായിട്ടുണ്ട്. അത് നല്ല പരിപാടിയാണ്. എല്ലാ പൂവും ഉണ്ടായിരിക്കും. അരളി, പിന്നെ ജമന്തിയുടെ ആ 2 നിറമുള്ളതില്ലേ, ഓറഞ്ചും മഞ്ഞയും, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പൂവൊക്കെ എടുക്കാം. അങ്ങനെ ഒരു കിറ്റായിട്ട് അതാ ഞാൻ മേടിച്ചത്. അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതിപ്പോ അത്യാവശ്യം മീഡിയം ഒരു പൂക്കളം ഇടാം അല്ലേ, വലിയ പൂക്കളം ഇടാന്ന് എനിക്ക് തോന്നി. ഞാനൊരു കുഞ്ഞിക്ക പൂക്കളം ഉദ്ദേശിച്ചേ. പക്ഷെ ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ലതിടാന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പൂ വാങ്ങി. ഇനി വീട്ടിൽ പോയി പിള്ളേരെയൊക്കെ കൂട്ടി നിർത്തി. അമ്മമാരിപ്പോൾ ഷട്ടിൽ കളിക്കുന്ന സമയമായിരിക്കും. അതിൽ നിന്നൊക്കെ ഒന്ന് പിന്തിരിപ്പിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ആഘോഷമായ ഓണത്തിലേക്കൊന്ന് കൊണ്ടുവരണം. അതിനുവേണ്ടി വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി പൂ ഇടണം എന്ന് തോന്നി. എനിക്ക് പൂ മേടിച്ചെങ്കിലും ഒരൈഡിയ ഇല്ല എങ്ങനെയാ പൂക്കളം ഇടണ്ടേ, എന്നാ ചെയ്യണ്ടേ. യൂട്യൂബ് നോക്കണം, അതാണ് എൻ്റെ പ്ലാൻ. യൂട്യൂബിൽ ഞാൻ ഈ ഇടയ്ക്കൊരു ഹാക്ക് കണ്ടാണ്. മാവല ഇല്ലേ, മാവല അരക്കണം മിക്സിയിലിട്ട്, അന്നേരം നല്ല പച്ച നിറമുള്ള പൊടിയായിട്ട് വരും. അതിന്റെ ആ തണ്ട്, ആ നാര് പോലത്തെ തണ്ടില്ലേ, അതങ്ങ് കളഞ്ഞിട്ട് മാവല അങ്ങ് മിക്സിയിലിട്ട് അടിക്കണം. അന്നേരം നല്ല പൊടി പോലത്തെ സാധനമായിട്ട് വരും. അതൊന്ന് ട്രൈ ചെയ്യാൻ മിസ് രമ്യയോട് നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മൾ ആട്ടി ഇറക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ പൂവൊക്കെ വാങ്ങി. പൂ ഏതൊക്കെയാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ബൈ. ഞാനിപ്പോ പാലായിന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചാറ്റാ. നമ്മളിതേ വീട്ടിൽ വന്നു. ഇപ്പോൾ കുറച്ച് ഇലയ്ക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഞാൻ പോയി നോക്കുക. കുറച്ച് നല്ല പച്ച നിറമുള്ള ഇല കിട്ടുമായിരുന്നെങ്കിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പച്ചക്കളർ ഇട്ടുണ്ടെന്ന് അച്ഛമ്മ എനിക്ക് കണ്ടത്തിൽ ഇങ്ങനെ ഊരിയെടുക്കുന്ന ഒരു പുല്ലുണ്ട്. അതാ സാധാരണ ഇടുക എന്നാണ് പറയുക, അത്തപ്പൂന്. അപ്പം ഞങ്ങൾ അതാ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ടതിൽ ആ പുല്ല് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ ചെമ്പരത്തിയുടെ ഇല പറിച്ച് ഇങ്ങനെ മുറിച്ചിട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെമ്പരത്തി ഉണ്ട്. ഇത് തേടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല കുറച്ച് പറിക്കണം. ഞാനിങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഞാനൊരാളെ അസിസ്റ്റൻറ്റിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അസിസ്റ്റൻ്റ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളും. 2 ചെമ്പരത്തിയും കൂടെ പറിക്കാം. ഇതുണ്ട്. ഞങ്ങൾ ഇത്രയും പൂവാ വാങ്ങിയേ. ഇതെങ്ങനെയാണ്? വാടാമല്ലി, റോസാപ്പൂ. ഇതെന്നായിരുന്നു? ഇത് റോസാപ്പൂ, 2 കളർ റോസാപ്പൂ. ഇത് ജമന്തി. ഇത് ജമന്തി, ഇത് റോസാപ്പൂ. അത് കാണിച്ചു തരാം. അതെ, ആ പോലെ പേര് അതല്ലേ ജമന്തി? അത് അല്ല, ഇത് ബന്ദിപ്പൂ. അത് വെള്ളയും സാധനം. അത് നമ്മുടെ ഇവിടെ മന്തിയോ, അത് ചിക്കൻ മന്തിന്ന്. ഇതിപ്പോ ഡൂവാ മെയിൻ. ഓണത്തപ്പന് വരെ ഡൂനാണ്. ഡൂ നടുക്കോട്ടിരിക്കാരിതമായി വന്ന ഒരു അതിഥി. അതെ കണ്ടോ, ഇതാ ഓണത്തപ്പൻ. ഓണത്തിന് പൂക്കളം ഇടാൻ മണി അതുകൊണ്ടുണ്ടല്ലോ എന്നോട് പറയണേ, ചേച്ചിപ്പാ നാളെ ഓണമായി, നമുക്ക് വിഷു കൈനീട്ടം കിട്ടും. അങ്ങനെ വിഷു കൈനീട്ടവും പ്രത്യേകിച്ച് അത്തപ്പൂ ഇടുന്ന ഏക വ്യക്തിയാണ് ഈ കാണുന്നത്.
കണ്ടോ ഓണത്തിന് വിഷു മറ്റേ ഓണത്തിന് മീനുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്നത് വേറെ ഇവിടെ ഇല്ലല്ലോ. മീൻ എടുക്കുവാന്ന് പറ്റാ അവൻ എത്ര കുറച്ച് ആൾക്കാർ നമ്മള് കൊറേ പേര് ഇപ്പൊ ചമ്രം പണി ഇരിക്കുമെന്ന് വെച്ചോ, അപ്പൊ അവൻ അപ്പോഴേ വന്ന് അവിടെ ഇരിക്കും. എനിക്ക് പെണ്ണായി ഷൂട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മള് കുറച്ച് 2-3 പേര് ഇരിക്കണം, ഒരാളിരുന്ന് ഇരിക്കത്തില്ല. 2-3 പേര് വട്ടത്തിൽ ഇരുന്ന് അവനും വന്ന് ഇരിക്കും. എന്തോ ചർച്ചയിൽ പങ്കെടുക്കുന്ന പുള്ളിക്കാരുടെ വിചാരം തോന്നുന്നു. നമ്മള് പൂവൊക്കെ അടത്തി വെച്ചു. ഞാൻ മടുത്തു സത്യത്തിൽ. ഇത്രയും പൂ ഇട്ടിട്ടുണ്ട്. 7 കളർ അല്ലേ? 1 2 3 4 5 6 7 8 കളർ പൂവുണ്ട് നമുക്ക്. ഇത് വെച്ച് ഇനി എങ്ങനെ ഇടുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവനാണ് എൻ്റെ ഡിസൈനർ. നന്ദു വരയ്ക്കും അല്ലേ? വരയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് യൂട്യൂബ് എല്ലാം നോക്കി ഒന്ന് വരയ്ക്കാം ഈ 8 കളറിനുള്ള എന്തെങ്കിലും പൂക്കൾ. ഹൈ ഗായ്സ്, ഇതെന്തിനു പോയതാണെന്ന് അറിയാമോ? ഇപ്പം ഈ പൂ ഇങ്ങനെ അടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ആ പൂ അടത്താൻ ഭയങ്കര പാടാണ്. അന്നേരം അമ്പാടിക്ക് എന്നോട് ഭയങ്കര സ്നേഹം. മീനേഷ് നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോടി, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? അതാവൻ എനിക്ക് എന്തെങ്കിലും വേണമെന്നാണ് അവന് കടയിൽ പോകാമല്ലോ, അപ്പോൾ ഇത് ചെയ്യണ്ടല്ലോ. അതിനു വേണ്ടി അവൻ പോയി വാങ്ങിക്കൊണ്ട് വന്നാണിത്. ഇതൊന്ന് വായിക്ക. അയ്യോ, അതിൻ്റെ അടിയിലോട്ട് തെറിച്ചു പോയി. ഓ, നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കണം കേട്ടോ. ഡൺ ഡൺ. ഓക്കെ. ഹലോ. അങ്ങനെ ഇന്നലെ എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്തപ്പൂട്ട് കഴിഞ്ഞത്. കാരണം ഇവിടെ വട്ടം വരയ്ക്കുന്നതിനെ ചൊല്ലി തർക്കമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫുൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി. പിന്നെ ഇനി എങ്ങനെയും ഒന്ന് കയറി കിടന്നാൽ മതി എന്നുള്ളായിരുന്നു. ഹായ്, എങ്ങനെയും ഒന്ന് കയറി കിടന്നാൽ മതി എന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കിടന്നു. ഓണായിട്ട് അമ്മ കുളിച്ചിട്ടില്ല, ഇപ്പോൾ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അച്ഛൻ വട്ടം വരച്ചു. ശരിയാക്കി. എന്നിട്ട് പിന്നെ ഇന്ന് തിരുവോണ ദിവസമാണ്. ഇതാണ് എൻ്റെ ഫൈനൽ അത്തപ്പൂ. കാണാവോ? ഞാൻ ഇട്ടു. ഇതിൽ കാണുമ്പം ശരിക്കും കണ്ടുകൊണ്ട് ഇത് ഹാപ്പി ഓണം അതൊക്കെ അമ്മാടി എഴുതിയതാ. പിന്നെ കുറച്ച് പൂ മിച്ചം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു കുഞ്ഞി അത്തപ്പൂ ഇട്ടു. പക്ഷെ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലല്ലോ, വലിയ കുഴപ്പമില്ല. അത്രയും പൂ വെച്ചിട്ട് ഇത്രയും വലിയൊരു, നേരിട്ട് കാണുമ്പോൾ ഇത് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ അത്രയും പൂ വെച്ചിട്ട് ഇത്രയും വലിയൊരു പൂക്കളം ഇടാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ് അച്ഛാ. ഇനി നമ്മൾ മെയിൻ ഉദ്ദേശം സദ്യ ഉണ്ണാൻ പോവുക എന്നുള്ളതാണ്. എല്ലാവരും അപ്പുറത്തുണ്ട്, അച്ഛച്ചയുടെ അച്ഛമ്മയുടെയൊക്കെ അടുത്ത്. ഇനി അടുത്തത് എങ്ങോട്ട് ഇറങ്ങി പോവാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അപ്പുറത്ത് പോയി കുറച്ച് അലമുണ്ടാക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, ബൈ. എന്താ ചെയ്യുന്നത്? പാലട. ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ പോവാ. ഇപ്പം സമയം ഒരു ഉച്ചര ആയിട്ടുണ്ട്. ഇവിടെ ഇത് പായസത്തിനുള്ള പാൽ കാച്ചുന്നു. പക്ഷെ മിക്സാണ് മേടിച്ചിട്ടുള്ള, മിക്സ് വെച്ച് പാലട. ആദ്യം പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ടോ അത് പാടാണ്. ഇവിടെ സമയം പോയി. അപ്പുറം എല്ലാവരും ഉണ്ണാൻ റെഡി ആയിട്ടിരിക്കുക. നമ്മളിനി ചെന്നാൽ മാത്രം മതി. സദ്യ ഉണ്ണാൻ പോവുക. സദ്യ ഉണ്ണുന്നതിന് മുന്നേ എനിക്ക് ക്ഷീണമായി.
ടോപ്പ് സിംഗർ ആണ് ഊണൊക്കെ കഴിഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സദ്യ? സൂപ്പറായിരുന്നു. സദ്യ ഉണ്ട്, വയറ് നിറഞ്ഞ് എനിക്ക് അനങ്ങാൻ മേല. അയ്യോ എനിക്കറിയത്തില്ല, ഇനി നിറഞ്ഞ് പൊട്ടാറായി. ഇനി കുറച്ച് നേരം ഇരുന്ന് വിശ്രമ സമയമാണ്. നമ്മൾ ടോപ്പ് സിംഗർ കണ്ടോണ്ടിരിക്കുക. ആരാണ് വിന്നർ എന്നറിയണമെന്ന്. സന്ധ്യ കഴിഞ്ഞ് രാത്രിയായി. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് സദ്യ കൊണ്ടൊരു മന്ദതയിൽ ഞാനത് മറന്നുപോയി. കാരണം സദ്യ ഉണ്ടെങ്കിൽ നല്ല സദ്യയായിരുന്നു. സദ്യയും പായസവും ഒക്കെ കൂടെ അങ്ങ് ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മത്ത് പിടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നുള്ളായിരുന്നു. ഞാൻ എന്നിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ എനിക്കിത് വീഡിയോയുടെ കാര്യം എനിക്ക് മനസ്സിലുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷേ ഞാനതങ്ങ് വിട്ടുപോയി. എന്നുവെച്ചാൽ വിട്ടതല്ല, ഇനി കുറച്ചായിട്ട് അങ്ങനെ അങ്ങ് മടി പിടിച്ചു പോയി. പക്ഷെ നല്ലൊരു ഓണമായിരുന്നു. നല്ല സദ്യയാണ് എനിക്ക് മെയിൻ. എനിക്ക് അല്ലെങ്കിൽ ചോറ് തന്നാൽ വലിയ ഇഷ്ടമല്ല, എനിക്ക് ചോറ് ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷേ സദ്യയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. മൊത്തത്തിൽ വിരുദ്ധ എന്നുവെച്ചാൽ സദ്യ പോലെ തരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ തളിരല്ല അത് വേണമെങ്കിൽ അത് നിർബന്ധമാണ്. കട്ടി കൂടിയ വാഴയില എനിക്കിഷ്ടമല്ല, കട്ടി കൂടിയ കടും പച്ച നിറം എനിക്കിഷ്ടമല്ല. പക്ഷെ ഒരു തളിരലയുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ചോറ്, പരിപ്പ്, നെയ്യ്, കാളൻ, തീയൽ, മധുരക്കറി, ഇഞ്ചിക്കറി, മാങ്ങാച്ചാറ്, അതൊക്കെ എൻ്റെ ഫേവറേറ്റ് കറികൾ, ഭയങ്കര ഫേവറേറ്റ്. പിന്നെ പച്ചമോര്, അതൊക്കെ എനിക്ക് ഭയങ്കര. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം. പായസം, പപ്പടം, ശർക്കര വരട്ടി, ഉപ്പേരി, അതൊക്കെ എന്തായാലും വേണം. കൊതിയാന്ന്. ഇത്രയും സാധനങ്ങൾ എൻ്റെ ഭയങ്കര സ്പെഷ്യൽ. ഇഷ്ടമില്ലാത്ത കറി ഓലൻ, അതെനിക്കിഷ്ടമല്ല. പിന്നെ അവിയലൊന്നും വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് വേണം. അതെല്ലാം അവിടെ തന്നെ ഇരിക്കണം. എൻ്റെ ഇച്ചിരി കൂട്ടും സദ്യക്ക്. എനിക്ക് അങ്ങനെ കൂട്ടുന്ന ഇഷ്ടം. പക്ഷേ ഇതൊന്നും ഒറ്റയ്ക്ക് തിന്നാൻ എനിക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കറികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം കൂട്ടി നല്ലോണം സദ്യ ഉണ്ടു. അച്ഛൻ, അച്ഛമ്മ, ഞാൻ, അമ്മ, അച്ഛൻ, അമ്പാടി, അതൂട്ടൻ, നന്ദു, വെല്ലുമ്മച്ചി, എല്ലാവരും കൂടെ സദ്യയൊക്കെ ഉണ്ട്. നല്ലൊരു ഓണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ എൻ്റെ ഓണത്തിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഓരോ തവണയും ഓണം ഭയങ്കര സ്പെഷ്യലാണ്. ഓണം മാത്രമല്ല, എനിക്ക് വീട്ടിലെല്ലാവരും കൂടെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ അത് മാത്രമല്ല, ഓണം സീസണിലാണ് ഞാൻ വണ്ണം വെക്കുന്നത്. എനിക്ക് വണ്ണം വെക്കുന്നതിന് ഓരോ സീസൺ ഉണ്ട്. കാരണം ഓണത്തിന് സമയമാകുമ്പോൾ ഞാൻ സദ്യ എവിടെ കിട്ടിയാലും പോയി ഉണ്ണും. കാരണം ചില ആൾക്കാർ പറയൂലേ സദ്യ കൊള്ളില്ലായിരുന്നു, സദ്യ ഇഷ്ടമായില്ല എന്ന്. പക്ഷെ എനിക്കങ്ങനെയില്ല. എനിക്ക് എന്ത് കൊള്ളില്ലാത്ത സദ്യ തന്നാലും, എന്നുവെച്ചാൽ പഴകിയ സദ്യയല്ല, എന്ത് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്ന സദ്യ തന്നാലും എനിക്കിഷ്ടമാണ്. സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് അങ്ങനത്തെ ഇലയിലൊക്കെ വെച്ച് തരുവാണെങ്കിൽ ഞാൻ ഒത്തിരി സദ്യ ഉണ്ണും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് കൊള്ളില്ല എന്ന് പറയുന്ന സദ്യ പോലും എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എവിടെ കിട്ടിയാലും സദ്യ പോയി കഴിക്കും. പിന്നെ ഇത് ഓണം എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെയും ഒക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ കുറേ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി സദ്യയും പായസം കുടിച്ചു. വീട്ടിലൊരു സദ്യ വെച്ചു, പായസം കുടിച്ചു. നമ്മുടെ ഇവിടെ ഈ വീട്ടിൽ പായസം മാത്രമേ വെക്കുള്ളൂ. നമ്മുടെ തറവാട്ടിലാണ്, അതൊരു മിറ്റം തന്നെയാണ് തൊട്ടപ്പുറം. അവിടെയാണ് സദ്യയും എല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് പായസം വെച്ച് അവിടെ പോയിരുന്ന എല്ലാവരും കഴിക്കുക. അപ്പം അച്ചമ്മയുടെ ഡിഷുകളാണ് കൂടുതൽ. ഇഞ്ചിക്കറിയൊക്കെ അച്ചമ്മയല്ലേ അമ്മേ? എല്ലാം തന്നെ അച്ചമ്മയാണ്. പിന്നെ ചിറ്റ അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യും ഓരോരോ കറി അല്ലേ, അത്രേ ഉള്ളൂ. എന്നാലും മെയിൻ ഷെഫ് എൻ്റെ അച്ചമ്മയാണ്. അങ്ങനെ സൂപ്പർ ഒരു ഓണമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓണം തീരുവാണല്ലോ എന്നോർത്ത് വിഷമമാവുമോ. എനിക്ക് ഓണക്കോടിയൊക്കെ കിട്ടി, കുറേ കിട്ടി. ഞാൻ ചോദിച്ചു വാങ്ങും എല്ലാവരുടെ അടുത്തും ഓണക്കോടി. ചോദിച്ചില്ലെങ്കിൽ തരും, എന്നാലും ഞാൻ പോയി ചോദിക്കും, എനിക്ക് ഓണക്കോടി വേണം അങ്ങനെ. പിന്നെ അതൂട്ടന് ഇവിടെ ഇല്ല, അതാണ് വീട്ടിലൊരു ഒച്ചയും ബഹളവും കുറവ്. അതൂട്ടന് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഓണ മത്സരമോ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പോയതാ. എന്നിട്ട് അതൂട്ടന് ഓട്ടം മത്സരത്തിന് സെക്കൻഡ് കിട്ടി. കഴിഞ്ഞ തവണ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് കിട്ടി. അതിൻ്റെ സമ്മാനം നേടാൻ പോവുകയാണെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. കൊച്ചച്ഛനും അതൂട്ടനും കൂടിയാണ് പോയത്. പിന്നെ കൊച്ചച്ഛനെയും മോനെയും ഈ വഴിക്ക് കണ്ടിട്ടില്ല. ഞങ്ങളെന്നാൽ ഓണമൊക്കെ ആയിട്ട് ഒരു സിനിമയൊക്കെ കണ്ട് ചില്ല് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഹോം തിയേറ്ററും തുറന്നിട്ടിരിക്കാന്ന് തുടങ്ങിയിട്ട് കുറേ നേരം. പക്ഷേ ഇവരെ രണ്ടുപേരും കാണുന്നില്ല, അതുകൊണ്ട് അത് മുടങ്ങിപ്പോയി. ഇനിയിപ്പോൾ നേരെ അപ്പുറം പോയി അച്ഛമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയി സദ്യ വീണ്ടും ഉണ്ണണം. ഞങ്ങൾക്ക് 2 നേരം സദ്യ കിട്ടും. രാവിലെ പോട്ടെ, ഉച്ചയ്ക്കും കിട്ടും, രാത്രിയിലും കിട്ടും. അങ്ങനെ അടുത്ത സെക്കൻഡ് ട്രിപ്പ് സദ്യയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെയാണ് ഓണവിശേഷങ്ങൾ. ഞാൻ കോളേജിലെയും ഒരു ഓണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കോളേജിലെ ഓണം സെലിബ്രേഷൻ, ഇത് വീട്ടിലെ ഓണം സെലിബ്രേഷൻ. എനിക്ക് വീട്ടിലെ ഓണം സെലിബ്രേഷനാണ് ഇഷ്ടം. എവിടുത്തെ കഴിഞ്ഞു
അപ്പം ഷൂട്ടിംഗ് സെറ്റിൽ പോയി ഓണാഘോഷം എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. സെറ്റിൽ പോയി ഓണാഘോഷിച്ചാലും വീട്ടിൽ എവിടെ ഏതൊക്കെ ഓണാഘോഷമാണെങ്കിലും എനിക്ക് ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാവരും കൂടെയുള്ള ഓണാഘോഷം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് പിന്നെ എന്തെങ്കിലും കുഞ്ഞു കാര്യം കിട്ടിയാൽ മതി, ഭയങ്കര അങ്ങ് സന്തോഷമാണ്. അങ്ങനെ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എന്തായാലും എല്ലാവരുടെയും ഓണം ഇതുപോലെ സ്പെഷ്യലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ വീട്ടിലും എങ്ങനെയുണ്ടായിരുന്നു ഓണം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇനി കമൻറ്റ് ബോക്സിൽ സംസാരിക്കാം. ഓക്കെ, ടാറ്റ ബൈ, സീ യു. എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ബൈ.